Hello, everyone. Welcome back to another amazing, fantastic, marvelous, supercalifragilisticexpialidocious live of Triple I Commerce Academy. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കുറച്ചധികം വാക്കുകളൊക്കെ വാരി വെതറിയിട്ടാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും എനിക്കിങ്ങനെ അധികം ആൾക്കാരൊന്നും ലൈവിൽ ഇങ്ങനെ കാണുന്നില്ല. എനിക്ക് തോന്നുന്ന ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, കാണുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് വരിക. ഒരാൾ അവിടെ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, നമുക്ക് എന്താണെന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ വിളിച്ചുകൊണ്ട് വരിക. നമുക്ക് എല്ലാവർക്കും കൂടെ അടിപൊളിയാക്കാം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഹായ്, ഹലോ ഹലോ ഹലോ, ഹായ് 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 ഉഷാ. എനിക്ക് ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ? എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഒച്ച കേക്കായികയൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ സംസാരിക്കുന്ന കേക്കായിക ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് വിഷ്വൽ പ്രോബ്ലംസ്, ഓഡിറ്ററി ഇഷ്യൂസ്, അങ്ങനെ എന്തെങ്കിലും സെൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ പറയുക. സാറേ, ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ പറയുന്നത് കേൾക്കണില്ല എന്ന് ധൈര്യമായിട്ട് പറഞ്ഞോളാം. നമ്മളപ്പോൾ തന്നെ റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഉഷാറാണോ? എങ്ങനെയുണ്ട്? ഓണപരിപാടികളൊക്കെ കഴിഞ്ഞ്, ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ്, ഓണത്തിൻ്റെ വൈബ് എന്നൊക്കെ നൈസായിട്ട് ഇങ്ങനെ മാറി 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 വരികയാണ് അല്ലേ. ഞങ്ങളുടെ ഇവിടെയും ഓണം അടിപൊളിയായിരുന്നു. ഓണം അടിപൊളിയായിരുന്നു. അത് മാത്രമല്ല, ഓണാഘോഷം എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല 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 ഓണാഘോഷങ്ങളായിരുന്നു. നാട്ടിൽ ഓണാഘോഷം ഉണ്ടായിരുന്നു, കൊച്ചിയിൽ ഓണാഘോഷം ഉണ്ടായിരുന്നു, പിന്നെ വീട്ടിൽ ഓണാഘോഷം ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ പല ഓണാഘോഷം, പല എന്താ പറയണ്ട, പല പല ടൈപ്പ് ഓഫ് ഓണാഘോഷങ്ങളിൽ കൂടെയൊക്കെ കടന്നുപോയി. നിങ്ങൾക്കും എല്ലാവർക്കും ഓണം ഒക്കെ അടിപൊളിയായിരുന്നു എന്ന് വിചാരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് ടേമിന് ശേഷം വരുന്ന ആദ്യത്തെ ലൈവാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഉഷാറായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പഠനത്തിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമോ എന്നെനിക്കറിയില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇപ്പോൾ സ്കൂളിലൊക്കെ പരിപാടികളൊക്കെ തുടങ്ങിയോ? സ്കൂളിൽ ക്ലാസ്സസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയോ? അങ്ങനെയാണെങ്കിൽ എവിടം വരെ എത്തി? നിങ്ങളുടെ ഓണം എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയൂ. ഞാനതൊക്കെ കാണാനും കേൾക്കാനൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സ്കൂളുകളിൽ നമ്മുടെ സെക്കൻഡ് ടേം പരിപാടികൾക്കൊക്കെ ഉള്ള പ്ലാനിങ്ങുകളൊക്കെ നടക്കുന്നുണ്ടാവും. അതിൻ്റെ ക്ലാസ്സസൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ചില സ്ഥലത്ത്, ഒരു മിനിറ്റ്, ചില സ്ഥലങ്ങളിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടും ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും വിവരങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെന്താണ് വേറെ വിശേഷങ്ങൾ? ഞാൻ വിചാരിച്ച് എന്തായാലും സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ സെക്കൻഡ് ടേം ഒക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നമ്മുടെ ലൈവുകളും റെക്കോർഡിംഗ് ക്ലാസ്സസും ഒക്കെ ബാക്ക് ടു നോർമൽ പരിപാടിയിലേക്ക് വരണമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് മുതൽ അങ്ങോട്ട് ഇന്ന് മുതൽ വെച്ചാൽ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ലൈവ് ആണല്ലോ ഇന്ന്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് തുടങ്ങുകയാണ്. ഓക്കെ, ഇപ്പോൾ ഡെയിലി നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മുടെ ഓരോ സബ്ജക്റ്റിൻ്റെ ടീച്ചേഴ്സ്, ഫാക്കൽറ്റീസ് വരുന്നുണ്ടാവും, ക്ലാസ്സസ് എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ അങ്ങ് ഉഷാറാക്കാൻ നമുക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് വൈബായിട്ട് പോകാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എല്ലാവരും വിളിച്ചുകൊണ്ട് വരിക ഗ്രൂപ്പുകളിലേക്ക്, നിങ്ങളുടെ അൺഒഫീഷ്യൽ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തോളുക. പിന്നെ എന്നിട്ട് എല്ലാവരും വിളിച്ചുകൊണ്ട് പോകാം. നമുക്കിവിടെ വൈബായിട്ട് പഠിക്കാമെന്ന് പറയുമ്പം വെറുതെ ചുമ്മാ വായിച്ച് പഠിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വൈബായിട്ട് പഠിക്കാം. അതായത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നൈസായിട്ടൊക്കെ അങ്ങോട്ട് പോകാന്നേ. അപ്പം അങ്ങനെയൊക്കെയാണ് പറയാനുള്ളത്. അപ്പം വലിയ കാര്യങ്ങളൊന്നും ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് കുറേ നേരം ആയല്ലോ കത്തി അടിക്കുന്നു, എന്താണ് പരിപാടികളൊന്നും തുടങ്ങാത്തത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഞാൻ കുറച്ചിങ്ങോട്ട് മാറി നിൽക്കാം. കാണുന്നുണ്ടോ? ഇന്ന് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് വേറെ ഒന്നുമില്ല, നമ്മുടെ 8ാമത്തെ ചാപ്റ്ററാണ്. സെക്കൻഡ് ടേമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ചാപ്റ്ററാണ്. അല്ലാണ്ട് നമ്മളിങ്ങനെ എണ്ണി വരികയാണെങ്കിൽ 1 2 3 4 5 6 7 കഴിഞ്ഞിട്ട് 7 ചാപ്റ്റേഴ്സ് ആയിരുന്നു നമുക്ക് ഫസ്റ്റ് ടേമിൽ ഉണ്ടായിരുന്നത് അല്ലേ. സെക്കൻഡ് ടേമിലേക്ക് വരുമ്പോഴത്തേക്കും സെക്കൻഡ് ടേമിലെ 8ാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ടോട്ടലി നോക്കുമ്പോൾ നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ. ഓക്കെ, 3 വീൽഡ് റെവല്യൂഷൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ ഇൻഡെക്സ് എങ്കിലും എന്തായാലും കണ്ടിട്ടുണ്ടാകും. ഇൻ കേസ് ഇനിയിപ്പോൾ ഫെമിലിയർ അല്ല, എന്താണ് പറയണത് എന്നൊക്കെയാണ് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കണ്ടോളുക. 3 വീൽഡ് റെവല്യൂഷൻ എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. കാണുന്നുണ്ടല്ലോ? കണ്ടു. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താണ് ഈ 3 വീൽഡ് റെവല്യൂഷൻ അല്ലേ? സ്വാഭാവികമായിട്ടുള്ളൊരു സംശയമാണ്. ഞാൻ ആദ്യം വായിച്ചപ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നി. എന്താണ്, അതായത് നമ്മൾ കോണ്ടന്റ് വായിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ടൈറ്റിൽ കാണുമ്പോൾ 3 വീൽഡ് എന്ന് പറയുമ്പം ഓട്ടോറിക്ഷയ്ക്കൊക്കെ 3 വീലാണ്. ഇനിയിപ്പോൾ വേറെ വല്ല വീലിൻ്റെ കാര്യമാണോ പറയണമെന്നൊന്നും അറിയില്ലല്ലോ. നിങ്ങൾ ഉദ്ദേശിച്ചതൊക്കെ തന്നെയാണ്, റിക്ഷയാണ് സംഭവം. പക്ഷെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഓട്ടോറിക്ഷ അല്ല. നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സാധനമാണ് എന്ത്? ഈ റിക്ഷകൾ. ഓട്ടോറിക്ഷ അല്ല കേട്ടോ, വലിക്കുന്ന ആൾക്കാരെ ചവിട്ടി കൊണ്ടുപോകുന്ന റിക്ഷ. ഇവിടെ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ, ഇതേ സാധനമാണ് സംഭവം. കണ്ടോ? നല്ല രസമല്ലേ? ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ടല്ലോ. ഇതേ സാധനമാണത്. ഓക്കെ, ഇത് ആൾക്കാർ ഒന്നുകിൽ ചവിട്ടും അല്ലെങ്കിൽ വലിക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യുക. തള്ളിക്കൊണ്ട് പോവുക, വലിക്കുക, അങ്ങനെയൊക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ ഭയങ്കര കുറവാണ്. പക്ഷേ നോർത്ത് ഇന്ത്യയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും.
ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് സർപ്രൈസിങ് എൻട്രികളൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ഇനിയിപ്പോൾ ഇതിന് സർപ്രൈസ് ഒന്നും തന്നിട്ട് കാര്യമില്ല, എന്താണെന്ന് പറയണമല്ലോ. യെസ്, പറയാം. വേറൊന്നുമല്ല, നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു ഇൻ്റർവ്യൂ ആണ്. എന്താണ് ഇൻ്റർവ്യൂ? ഒരാൾ ഇവിടെ ഉണ്ടാവും, ഒരാൾ അവിടെ ഉണ്ടാവും. ഇയാൾ അപ്പുറത്തുള്ള ആളിനോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കും, അയാൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരും. ബേസിക്കലി എൻ എക്സ്ചേഞ്ച് ഓഫ് എന്താ പറയുക, ഡയലോഗ്സ് എന്ന് പറയാം അല്ലേ, കൺവെർസേഷൻ എന്നാണ് പറയുക. അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുക, അതന്നെ സംഭവം. അപ്പോൾ നമുക്കൊരാളെ കുറിച്ച് മോസ്റ്റ്ലി നിങ്ങൾ സെലിബ്രിറ്റി ഇൻ്റർവ്യൂസ് ഒക്കെ സെലിബ്രിറ്റീസിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടാകും. ചിലപ്പോൾ ലാലേട്ടൻ്റെ ഇൻ്റർവ്യൂ, അല്ലെങ്കിൽ പിന്നെ എന്താണ് ലിയാനോ ഡിക്കാപ്രിയോൻ്റെ ഇൻ്റർവ്യൂ, അതല്ലേ മമ്മൂക്കയുടെ ഇൻ്റർവ്യൂ, ഓറൽസ് കാർത്തിയുടെ ഇൻ്റർവ്യൂ, സൂര്യയുടെ ഇൻ്റർവ്യൂ, യുവർ ഫേവറേറ്റ് ആക്ടേഴ്സ്, അവരുടെയൊക്കെ ഇൻ്റർവ്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിലെങ്ങനെയായിരിക്കും, ഒരാളപ്പുറത്തിരുന്നിട്ട് ചോദ്യം ചോദിക്കും, അതിന് ഇപ്പുറത്തിരിക്കുന്ന ആൾ ആരാന്ന് വെച്ചാൽ അയാൾ റെസ്പോണ്ട് ചെയ്യും. ഇവിടെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ കാണാൻ പോകുന്ന ഇൻ്റർവ്യൂ ആരുടേതാണെന്നൊരു ചോദ്യം ഉണ്ടാവും അല്ലേ. ഞാൻ ഇങ്ങോട്ട് നൈസായിട്ട് മാറാൻ, നിങ്ങൾക്ക് ഇവിടെ ഒരു പേര് കാണുന്നുണ്ടോ? ആൻ ഇൻ്റർവ്യൂ വിത്ത് ഇർഫാൻ ആലം. ഇർഫാൻ ആലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് നമ്മൾ കാണാൻ പോണേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതാരാണപ്പോൾ ഈ ഇർഫാൻ ആലം? ചിലവരെങ്കിലും കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് കമൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യാത്തതാണോ അതെനിക്ക് കാണാൻ പറ്റാത്തതാണോ എന്നറിയില്ല. എനിക്ക് എന്താണെന്നറിയില്ല, വിസിബിൾ അല്ല കമൻസ്. ഓക്കെ, ലെറ്റ്സ് നോക്കാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, ഗ്ലിച്ചസ് ഒന്നും ഇല്ലല്ലോ, ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ, നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇർഫാൻ ആലമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺവെർസേഷൻ, അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആരാണ് ഈ ഇർഫാൻ ആലം എന്നല്ലേ. നോക്കാം നമുക്ക്. ഇദ്ദേഹം ഇൻ്റർവ്യൂ വിത്ത് ഇർഫാൻ ആലം, ഇദ്ദേഹം ഉണ്ടല്ലോ, ഞാൻ ഇപ്പുറത്ത് മാറി നിൽക്കാം, അപ്പം നിങ്ങൾക്ക് കാണാം. ഇർഫാൻ ആലം ആക്ച്വലി ഒരു ഓൺടർപ്രണർ ആണ്. നിങ്ങൾ കൊമേഴ്സിൽ ഓൺടർപ്രണർഷിപ്പ് ഒക്കെ പഠിക്കുന്നുണ്ടാവുമല്ലോ. എന്താണ് ഓൺടർപ്രണർഷിപ്പ്? അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഓൺടർപ്രണർഷിപ്പ് ഇസ് ബേസിക്കലി സംരംഭകത്വം എന്ന് പറയും മലയാളത്തിൽ അല്ലേ. അതായത് ഇപ്പം എന്താ പറയുക, പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുടങ്ങുക, പുതിയതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഇന്നോവേഷൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുക, അവനവൻ്റേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തുടങ്ങി വയ്ക്കുക, അതൊക്കെയാണ് സംഭവം. സംരംഭകത്വം എന്ന് പറയും. ഭയങ്കര ഒരു ഫ്യൂച്ചറുള്ള സംഭവമാണ് ഈ സംരംഭകത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സിഗ്നേച്ചർ പതിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു ഓൺടർപ്രണർ ആണ്. ഓക്കെ, അത് എൻ്റർപ്രണർ എന്നല്ല വായിക്കുക, ഓൺടർപ്രണർ എന്നാണ് വായിക്കുക കേട്ടോ. അത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകണം. ആരുടെ? ഇർഫാൻ ആലം എന്ന് പറയുന്ന ഓൺടർപ്രണറുടെ ഇൻ്റർവ്യൂ. അതാണ് ഈ ത്രീ വീൽ റവല്യൂഷൻ എന്ന് പറയുന്ന ഇൻ്റർവ്യൂ. ഓക്കെ, എന്താണ് ഈ ത്രീ വീൽഡ് റവല്യൂഷൻ? ഒരു ത്രീ വീൽഡ് എന്ന് പറഞ്ഞാൽ 3 ചക്രം, മുച്ചക്രം എന്നൊക്കെ പറയാം. ത്രീ വീൽ റവല്യൂഷൻ, ഒരു മുച്ചക്ര വിപ്ലവം, 3 ചക്രത്തിൻ്റെ മേൽ തീർത്തിട്ടുള്ള വിപ്ലവം എന്നാണ് ഇതിൻ്റെ മലയാള അർത്ഥം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇതെന്തോ ചെറിയ പരിപാടിയല്ല, വലിയ സംഭവമാണെന്ന് മനസ്സിലായി അല്ലേ. എന്താണ് 3 ചക്രങ്ങളിൽ ഒരു വിപ്ലവം തീർക്കണമെങ്കിൽ അത് ചെറിയൊരു കാര്യമല്ല, എന്തോ വലിയ സംഭവമാണ്. എന്താണ് അദ്ദേഹം ചെയ്തതെന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ പ്രധാനമായിട്ടും കാണാൻ പോകുന്ന മറ്റൊരു താരമാണ് നമ്മുടെ റിക്ഷ. ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത നമ്മുടെ സ്വന്തം റിക്ഷ കാണുന്നുണ്ടല്ലോ. ഇദ്ദേഹം ഒരു ചെറിയ ആളല്ല. നമ്മുടെ റിക്ഷ ഒരു ചെറിയ ആളല്ല. ഈ ഒരു ഇൻ്റർവ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇർഫാൻ ആലം ഉപയോഗിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ടൂൾ എന്നല്ല പറയാം, നമ്മളെന്താ റിക്ഷ സെക്ടറിൽ ഉണ്ടാക്കിയ കുറേ അധികം ഡെവലപ്മെൻറ്റ്സ്, അതിലുണ്ടാക്കിയ കുറേ നമ്മളതിനെന്താ പുരോഗമനം എന്നൊക്കെ പറയത്തില്ലേ, അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പോൾ ഇത്രയും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ മുമ്പോട്ട് പൊക്കോട്ടെ. അപ്പോൾ ആദ്യം നമ്മൾക്ക് ആരാണ് ഇർഫാൻ ആലം എന്നൊന്ന് അറിയണം. കാര്യം നമ്മൾ ഇൻ്റർവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. കൂടുതൽ അദ്ദേഹത്തിനെ കുറിച്ച് അറിയുമെങ്കിലും കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇൻ്റർവ്യൂവിലേക്ക് പോവാം. ഓക്കെ, ഇർഫാൻ ആലം ഇസ് ദ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് സമ്മാൻ ഫൗണ്ടേഷൻ. സമ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് ഇവിടെ കണ്ടോ, ഒരു ടേം കണ്ടോ? എന്താണ് ഈ സമ്മാൻ ഫൗണ്ടേഷൻ എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. സമ്മാൻ ഫൗണ്ടേഷൻ മറ്റൊന്നുമല്ല, ഒരു ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, ഇറ്റ്സ് ആൻ ഇന്ത്യൻ കമ്പനി വിച്ച് ഓർഗനൈസസ് ദ റിക്ഷ പുള്ളിംഗ് സെക്ടർ ഇൻ ബിഹാർ. ബിഹാർ ഒരു നോർത്ത്
നമ്മുടെ കേരളത്തിലല്ല, നോർത്ത് ഇന്ത്യയിലത്തെ കാര്യമാണ് മെയിൻലി പറയണം. ബീഹാറിലുള്ള റിക്ഷക്കാരെ, ഓട്ടോറിക്ഷ അല്ല, പിന്നെ ഞാൻ പറയണ റിക്ഷ വലിക്കുന്ന ആൾക്കാരെ ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോം ചെയ്യപ്പെട്ട ഒരു ഫൗണ്ടേഷനാണ് സമ്മാൻ ഫൗണ്ടേഷൻ. സമ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് മീൻസ് റെസ്പെക്ട് എന്നൊക്കെയാണ് ഇവിടെ മീനിങ് തന്നിട്ടുണ്ട് അല്ലേ. സമ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്പെക്ട്, ആദരവ്, അല്ലെങ്കിൽ ഒരു റെസ്പെക്ട്, ബഹുമാനം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരിക. യാ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഫൗണ്ടേഷൻ രൂപീകരിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ. ഹലോ 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 ഹായ്, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓഡിബിൾ ആണല്ലോ, ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ. യാ, ഒരു മിനിറ്റ്, ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐ ഹോപ്പ്. ഫൈൻ 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 ഫൈൻ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? സമ്മാൻ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. സമ്മാൻ ഫൗണ്ടേഷൻ എന്തിനാണ് ലോഞ്ച് ചെയ്തത്, അല്ലെങ്കിൽ ആ ഫൗണ്ടേഷന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എന്തായിരുന്നു? റിക്ഷക്കാരെ ഒന്ന് ഏകോപിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ത്രൂ ഹിസ് ലീഡർഷിപ്പ്, ആരുടെ? ഇർഫാൻ ആലമിന്റെ ലീഡർഷിപ്പിലൂടെ സമ്മാൻ has implemented innovations to increase operator incomes such as advertising and music, newspapers, first aid, water and juice for the passengers. See, റിക്ഷ വലിക്കുന്ന സമയത്ത് ഇതിന് പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ തുടങ്ങുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൂവ്മെന്റിന് കാരണമായൊരു ഇൻസിഡന്റ്, അതെന്തായാലും നമ്മൾ തുടങ്ങുമ്പോൾ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് കാണും. പക്ഷെ എങ്കിലും എനിക്കതൊന്നും പറയണം. അപ്പം എനിക്കത് പറഞ്ഞേ പറ്റൂ. ഇപ്പം അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കുഞ്ഞായിരുന്നു. ഇപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ റിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ റിക്ഷ വലിക്കുന്ന അദ്ദേഹത്തിനോട് ചോദിച്ചു, എനിക്ക് വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചു. വെള്ളം കുടിക്കാനേ ദാഹിച്ച സമയത്ത് നല്ല ചൂടാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വെള്ളം ചോദിച്ച സമയത്ത് ആ റിക്ഷക്കാരൻ അദ്ദേഹം പറഞ്ഞു, മോനെ വെള്ളം ഇരിപ്പില്ല, അത് വാങ്ങി സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു സാമ്പത്തിക എന്താ പറയുക ഭദ്രത ഇല്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു പൈസ ഇല്ലാത്തതുകൊണ്ട് വെള്ളമില്ല എന്ന് ഇങ്ങനെ പറഞ്ഞു. അത് ഇദ്ദേഹം ഒരു എന്താ പറയുക, അതിങ്ങനെ ആലോചിച്ചപ്പോൾ ഇതിലൊരു ബിസിനസ് കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഒരു ബിസിനസ് ഐഡിയ ഉണ്ടല്ലോ എന്നൊക്കെ ക്ലിക്കാവുകയും പിന്നീട് അതിൻ്റെ മേലെയാണ് അങ്ങനെ ഒരു ഫൗണ്ടേഷൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഉണ്ടാവാനുള്ള ഏറ്റവും മൂല കാരണമെന്ന് പറയുന്നത്. അതിൻ്റെ മേലാണ് പിന്നീടുള്ള ചിന്തകളും പിന്നീടുള്ള കോൺസെപ്റ്റുകളും ഒക്കെ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. എന്തായാലും നോക്കാം എന്തൊക്കെയാണ് അതിൽ ഈ റിക്ഷകളിൽ എന്താ പറയണ്ടേ ഇംപ്ലിമെൻ്റ് ചെയ്തത്, ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന പുതിയ ഇന്നോവേഷൻസ്. അഡ്വർടൈസ് ചെയ്യുക റിക്ഷകളിൽ കൂടെ, മ്യൂസിക്, ന്യൂസ് പേപ്പർ, ഫസ്റ്റ് എയ്ഡ്, വെള്ളം, ജ്യൂസുകൾ ഒക്കെയും പാസഞ്ചേഴ്സിന് എന്ത് ചെയ്യുക, അവൈലബിൾ ആക്കുക എന്നുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. ആലം വാസ് ഓൾസോ ദ ഫസ്റ്റ് പേഴ്സൺ ടു ഇൻട്രൊഡ്യൂസ് പ്രീപെയ്ഡ് സൈക്കിൾ റിക്ഷാസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രീപെയ്ഡ് ആയിട്ട് നമ്മൾ പേ ചെയ്യാറുണ്ട് അല്ലേ. ഫ്ലൈറ്റ് ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക്. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോകാനൊക്കെ ഗ്യാങ് ആയിട്ടൊക്കെ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിങ്ങനെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടായിരിക്കും പോവുക. ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റിൽ ജനറലിൽ കയറി പോകാറുണ്ട്. അത് ഏറ്റവും വൈബായിരിക്കും കേട്ടോ. വേറെ കാര്യം, ഞങ്ങളൊക്കെ അങ്ങനെ പോകാറുണ്ട്. അതായത് ലാസ്റ്റ് മൊമെൻറ്റിൽ പെട്ടെന്ന് ഇരിപ്പിൽ ഒറ്റ മൈൻഡിലൊക്കെ പ്ലാൻ ചെയ്തിട്ട് അങ്ങോട്ട് പോകും. അത് ഈ കാലങ്ങളായിട്ട് പ്ലാൻ ചെയ്ത് പോകുന്നതിൻ്റെ അപ്പുറത്തെ വൈബായിരിക്കും. അങ്ങനെയും പോകാം. പക്ഷെ കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ പ്രീ പ്ലാൻഡ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യും, എവിടെയോ പോയി പറഞ്ഞു തുടങ്ങിയിട്ട് എങ്കയോ പോച്ച്. അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് നമ്മൾ പ്രീ ബുക്ക് ചെയ്യാറുണ്ട്, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാറുണ്ട്. അതുപോലെ റിക്ഷ വലിക്കുന്ന ആൾക്കാർക്ക് അത് പ്രീ ബുക്കിംഗ് ചെയ്യുന്നതിനുള്ള സിസ്റ്റം ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ആലം was also the first person to introduce പ്രീപെയ്ഡ് സൈക്കിൾ റിക്ഷാസ്. ഇന്ത്യയിൽ പ്രീപെയ്ഡ് ആയിട്ടുള്ള സൈക്കിൾ റിക്ഷകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആലമാണ്. ഇൻ ഓൺലി 2 years, Alam has built a family of over 1 lakh rickshaw operators across 9 states in India. കേരള എന്നൊക്കെ ഇന്ത്യയിൽ 9
എന്താ പറയാ സംസ്ഥാനങ്ങളിലായിട്ട്, ഓക്കെ, സംസ്ഥാനങ്ങളിലായിട്ട് 1,00,000-ഓളം റിക്ഷ ഓപ്പറേറ്റേഴ്സിനെ ഏകീകരിക്കാനും അവരൊക്കെയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വലിയ ഫാമിലി ഉണ്ടാക്കിയെടുക്കാൻ ആർക്ക് പറ്റി? നമ്മുടെ ആലമിന് പറ്റിയെന്നാണ്. അതും വെറും 2 വർഷത്തിൽ. അത് ചെറിയൊരു നേട്ടമാണോടാ? അല്ല, അതൊരു ചെറിയ നേട്ടമേ അല്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. പിന്നെന്താണ്? എടാ, എനിക്ക് എന്താണ് നിങ്ങളുടെ കൊമന്റ്സ് അത്ര എല്ലാവരുടെയും കൊമന്റ്സ് കാണുന്നില്ല, എന്ത് പറ്റിയ? ക്യാ ഹുവാ? ഹലോ, ഹായ് 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 ഹലോ. യെസ്, അപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? നമ്മൾ പറഞ്ഞിരുന്നത് മറ്റൊന്നുമല്ല, 1,00,000-ഓളം റിക്ഷക്കാരെ ഓർഗനൈസ് ചെയ്യുന്നതിനും ഒരുമിച്ച് കൊണ്ടുവരുന്നതിനും പല സംസ്ഥാനങ്ങളിലായിട്ട് ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് ആലമിന് സാധിച്ചു. അതും വെറും 2 വർഷത്തിൽ. ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചോ. ഓൾദോ ഫസ്റ്റ് ജനറേഷൻ ഓൺടർപ്രണർ, Alam's efforts to empower those at the bottom of India's social hierarchy have been recognized widely. അതായത് ഈ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന, സോഷ്യലി ഏറ്റവും ബാക്ക്വേർഡിലായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള എഫേർട്ടും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഹി ഹാസ് വോൺ ദ ബിസിനസ് ബാസികർ, കോമ്പറ്റീറ്റീവ് റിയാലിറ്റി ടെലിവിഷൻ ഷോസ് ഫോർ ഓൺടർപ്രണേഴ്സ് ആൻഡ് ദി വേൾഡ് ബാങ്ക്സ് ഇന്നോവേഷൻ അവാർഡ്. പ്രധാനപ്പെട്ട 1-2 അച്ചീവ്മെന്റുകളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ആരുടെ? ഇർഫാൻ ആലമിന്റെ. ഒന്ന്, ബിസിനസ് ബാസികർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോ, ഒരു TV ഷോ, ഓൺടർപ്രണേഴ്സിനെ, നല്ല ഓൺടർപ്രണേഴ്സിനെ കണ്ടുപിടിക്കുന്ന ഒരു ഓൺടർപ്രണർ ഹണ്ട് ആയിരുന്നു. അങ്ങനെ ഒരു TV ഷോയിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേൾഡ് ബാങ്ക്സ് ഇന്നോവേഷൻ അവാർഡ് അദ്ദേഹത്തിന് തേടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേയധികം റെക്കഗ്നീഷൻസ്, കുറേയധികം അവാർഡ്സ് ഒക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ആലം ഹാസ്, ഈ 2 ടേം ഞാനൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഒന്ന്, പിന്നെ ഇവിടെ he has won the business basigar. അതാണ് ആ ഷോയുടെ പേര് കേട്ടോ. ഓക്കെ, ആലം ഹാസ് ഓൾസോ ബീൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ ടൈംസ് ഓഫ് ഇന്ത്യ ആസ് one of the top 30 youth icons of India, and his business model was recently featured by The Economist എന്ന് പറഞ്ഞിട്ടുള്ള വീക്ക്ലി ന്യൂസ് പേപ്പർ. അതിൽ അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ടോപ്പ് 30 യൂത്ത് ഐക്കൺസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന രീതിയിലൊക്കെ. അങ്ങനെ കുറേയധികം റെക്കഗ്നീഷൻസ് അദ്ദേഹത്തിന് തേടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഓൺടർപ്രണർഷിപ്പ് സമ്മിറ്റ് held at Washington DC in 2010. President Obama complimented Irfan Alam with the words, "You are doing a tougher job than me." ഒരു സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മീറ്റിംഗ് അല്ലേ, ഓൺടർപ്രണർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു വാഷിങ്ടൺ DC 2010. ആ മീറ്റിംഗിൽ വെച്ചിട്ട്, ആ സമയത്ത് പ്രസിഡന്റ് ഒബാമയായിരുന്നു കേട്ടോ. അപ്പോൾ ഒബാമ അദ്ദേഹത്തിനോട് ഇർഫാൻ ആലമിന് കൊടുത്തൊരു വലിയ കോംപ്ലിമെന്റിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. കോംപ്ലിമെന്റ് ഇങ്ങനെയായിരുന്നു. എന്തായിരുന്നു ആ കോംപ്ലിമെന്റ്? "യു ആർ ഡൂയിങ് എ ടഫർ ജോബ് ദൻ മീ." കണ്ടോ, ലാസ്റ്റത്തെ സെന്റൻസ് കണ്ടോ? നിങ്ങൾ ഒരുപക്ഷെ ഞാൻ ചെയ്യുന്നതിന്, പ്രസിഡന്റ് ആവുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ എന്താ പറയുക, റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ തമാശയ്ക്ക് പറയാം, നീ എന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രസിഡന്റ് അല്ലേ എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയും. പക്ഷെ അത് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോലിയാണ്. തമാശയ്ക്ക് പറയുന്ന പോലെ അല്ല, അതിൻ്റെ അത്രയധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രസിഡന്റിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, അദ്ദേഹം തന്നെ പറയാണ്, "യു ആർ ഡൂയിങ് എ ടഫർ ജോബ് ദൻ മീ" എന്ന് പറയുമ്പോൾ എത്ര വലിയൊരു കോംപ്ലിമെൻ്റ് ആണ് ഇർഫാൻ ആലമിന് തേടിയെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എൻ്റെ മക്കളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക, ഓടിച്ച് നോക്കുക. ഇത് മുഴുവൻ പഠിക്കണം എന്നല്ല ഞാൻ പറയണേ, ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കി നോക്കുക. ഇതൊരു ജനറൽ റീഡിങ്ങിന്. ഈ നാക്കൊക്കെ ഉളുക്കേണ്ടല്ലോ, ഇവിടെ അനസ്യാമിസ് ഉണ്ടല്ലോ, അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ട്രോളി കൊല്ലും ഇവിടെ. ഒരു നാക്കുളുക്കിൽ ആരുടെയും ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അനസ്യാമിസിൻ്റെ കയ്യിൽ നിന്ന് മിക്കവാറും ഒക്കെ ഇങ്ങനെ നാക്കുളുക്കുവേ, അന്നേരം അങ്ങോട്ട് ട്രോളും. അപ്പം അതേപോലെ ഇവിടുന്ന് ആരെങ്കിലും ഞാൻ ഇപ്പോൾ പറഞ്ഞതെങ്ങാനും കേട്ടിട്ടുണ്ടെങ്കിൽ തീർന്ന്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പറഞ്ഞുകൊണ്ടിരുന്ന കോംപ്ലിമെൻറ്റിൻ്റെ കാര്യം ഓർക്കുക. പിന്നെ ജനറലായിട്ട് ബേസിക്കലി നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. അത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ,
അങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ള ഒരു ജനറൽ ഐഡിയ ഉണ്ടാക്കി വെക്കുക, ജനറൽ ആയിട്ടൊന്ന് വായന ഉണ്ടാക്കുക, അത്ര മാത്രമാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. പിന്നീട് നിങ്ങളോട് വല്ല എസ്സേയോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ വി ഷുഡ് ബി ഏബിൾ ടു റൈറ്റ് ഇറ്റ്, വി ഷുഡ് ബി ഏബിൾ ടു പ്രസന്റ് ഇറ്റ്, അല്ലേ? നമ്മൾ അതിന് ശ്രദ്ധിക്കണം. ഓക്കെ, മൂവിങ് ഫോർവേഡ് നമ്മൾ ഇനി ചെയ്യാൻ പോണത് എന്താണ്? റീഡ് ആൻഡ് റിഫ്ലക്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്താ, നമ്മൾ എന്ത് വായിക്കുമ്പോഴും ആ ചാപ്റ്ററിൻ്റെ റീഡ് ആൻഡ് റിഫ്ലക്റ്റ് ഏരിയ വായിച്ചതിന് ശേഷം മാത്രം നമ്മൾ ചാപ്റ്ററിലേക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോവുക. കേട്ടോടാ, അത് വിട്ടുപോരാ, അത് എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. റീഡ് ആൻഡ് റിഫ്ലക്റ്റ് വായിക്കുക. കാരണം എന്താ, അതിൽ എന്തെങ്കിലുമൊക്കെ ഹിന്റ് ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ പോയിന്റുകൾ നമ്മൾ ആ ചാപ്റ്റർ വായിക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും പോയിന്റുകൾ നമ്മൾക്ക് അതിലുണ്ടാവും. അപ്പോൾ അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറേ കൂടെ ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഫൈൻ. സോ മോസ്റ്റ് ടീനേജേഴ്സ് ഡ്രീം ബിഗ്. ഇപ്പം തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. ടീനേജേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ടീനേജേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ പ്രായമുള്ള ടീനേജേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രായമുള്ള ആൾക്കാരാണ്. 17 ലൈക്ക് 13, 13, 14, 15, 16, 17, 18, 19 ടീൻ വെച്ചിട്ടുള്ള ഏജ് ഇല്ലേ? 13, 14, 15, 16, 17, 18, 19 വരെ ഒക്കെ ഉള്ള ആൾക്കാരാണ് ടീനേജേഴ്സ് എന്ന് പറയാം. അതിനപ്പുറത്തേക്ക് വേണം കൺസിഡർ ചെയ്യാം, പക്ഷേ ഏജ് വൈസ് പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത് നമ്മൾ. ഓക്കെ, അപ്പോൾ ടീനേജിലാണ് നമുക്ക് കുറേ സ്വപ്നങ്ങളൊക്കെ തുടങ്ങുക. നമ്മുടെ മനസ്സിലായി മുന്നേ തുടങ്ങുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എങ്കിലും കുറേയധികം വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങുക മോസ്റ്റ്ലി പലരും ടീനേജ് കാലഘട്ടത്തിലാണ്. Yeah, some of them pursue their dreams choosing a path different from those of others. ചില ആൾക്കാർ എന്ത് ചെയ്യും, ആ സ്വപ്നങ്ങൾ കാണുക മാത്രമല്ല അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും കൂടെ നടത്തും, അല്ലേ? വേറെ തന്നെ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുക, അവരുടേതായിട്ടുള്ള വഴികളിൽ കൂടെ സഞ്ചരിച്ച് അവരുടേതായിട്ടുള്ള പുതിയ പുതിയ കോൺട്രിബ്യൂഷൻസ്, പുതിയ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ നടത്തും. എന്നിട്ട് അവർക്ക് വേണ്ടത് എന്താണോ അവരത് നേടിയെടുക്കും. അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അവർ എല്ലാ പോസിബിൾ വഴികളും നോക്കുമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ദേ ഡിസൈൻ ദെയർ ഓൺ റൂട്ട് ഓഫ് ലൈഫ്. അവരുടെ സ്വന്തം വഴികൾ അവർ തന്നെ എന്ത് ചെയ്യും, ഇങ്ങനെ റൂട്ട് ചെയ്ത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യും. സക്സസ് ഈസ് ഫോർ ദോസ് ഹു തിങ്ക് ബിഗ് ആൻഡ് ആക്ട് ഡിഫറെൻ്റ്ലി. എന്താണ് സക്സസ്? ആർക്കുള്ളതാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സക്സസ് ഇസ് ഫോർ ദോസ് ഹു തിങ്ക് ബിഗ് ആൻഡ് ആക്ട് ഡിഫറെൻ്റ്ലി. വലിയ രീതിയിൽ ചിന്തിക്കുന്ന, നല്ല രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ആൾക്കാർക്കുള്ളതാണ് സക്സസ്, വിജയം എന്ന് പറഞ്ഞിരിക്കുന്നു. ആണോ? ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യൂ ട്ടാ. Have you come across the word entrepreneurship? നിങ്ങൾ എപ്പോഴെങ്കിലും entrepreneurship എന്ന് പറയുന്ന വാക്ക്, സംരംഭകത്വം എന്നാണ് അതിൻ്റെ മലയാളം, ഓക്കെ, കണ്ടിട്ടുണ്ടോ? Meet Irfan Alam, an entrepreneur who changed the lives of many people through his innovative enterprise. ഒരു പുതിയ ആളെ നമുക്ക് പുതിയ ആളല്ല, നമ്മൾ ഓൾറെഡി അദ്ദേഹത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ കണ്ടു. ഇർഫാൻ ആലമിനെ കുറിച്ചിട്ട്, മീറ്റ് മിസ്റ്റർ ഇർഫാൻ ആലം, ആൻ ഓൺടർപ്രനർ ഹു ചേഞ്ച്ഡ് ദ ലൈവ്സ് ഓഫ് മെനി പീപ്പിൾ. ഒരുപാട് പേരുടെ ജീവിതങ്ങൾ മാറ്റിമറിച്ച, പോസിറ്റീവ്ലി മാറ്റിമറിച്ച ഒരാളെ, ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഓൺടർപ്രനറെ പരിചയപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെ? നമ്മുടെ ഈ ചാപ്റ്ററിൽ. ഹിയർ ഇസ് ആൻ ഇന്റർവ്യൂ വിത്ത് മിസ്റ്റർ ഇർഫാൻ ആലം. യാ, നമുക്ക് നോക്കിയാലോ. 3-wheel revolution എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എവിടെ എഴുതാം, ഒരു മുച്ചക്ര വിപ്ലവം എന്നല്ലടാ വരിക. യെസ്, മുച്ചക്ര വിപ്ലവം എന്ന് വെച്ചാല് 3 ചക്രത്തിന്മേൽ തീർത്ത വിപ്ലവം എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, കൂൾ, ചിൽ, മൂവിങ് ഓൺ. അതിന്റെ തൊട്ട് താഴെ ഒരു ചെറിയ കൊട്ടേഷൻ കാണാൻ പറ്റും ഒരു ബോക്സിന്റെ അകത്ത്. ഇഫ് വി അസ്പയർ ടു ലിവ് ഇൻ എ ഹാപ്പിയർ വേൾഡ്, we must empower those living on the margins of society. നമ്മൾക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ജീവിക്കണം, ഒരു ഹാപ്പിയർ ലിവിങ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടത്? സമൂഹത്തിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള, താഴേക്കിടയിലുള്ള ആൾക്കാരെ മുകളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അവരെ എംപവർ ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ, നമുക്ക് പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കുക. ആക്ച്വലി എവ്രിബഡി ക്യാൻ ഡു മെനി തിങ്സ്, അല്ലേ? കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആസ് എ പേഴ്സൺ, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ഒരു സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കണം. നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, യാ, കൂൾ, ഫൈൻ, മൂവിങ് ഓൺ. അടുത്തത്, മൂവിങ് ഫോർവേഡ്. ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്റർവ്യൂവർ ഇർഫാൻ ആലമിനോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്: Congratulations on your achievement. When and how did you conceive this idea?
ഇൻ്റർവ്യൂവർ ചോദിക്കുകയാണ്, കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങളുടെ ഈ വലിയ നേട്ടങ്ങൾക്കൊക്കെ കൺഗ്രാറ്റുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. എപ്പോഴാണ് ഇങ്ങനൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ ഉദിച്ചു വന്നത് എന്നാണ് ചോദിച്ചത്. കൺസീവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ടായി വരിക, ഉദിച്ചു വരിക എന്നൊക്കെയുള്ള മീനിങ് ആണ് കൺസീവ് ചെയ്യാന്ന് പറയുക. പല മീനിങ്ങുകളുണ്ട് കേട്ടോ. എപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ, ഒരു ബിസിനസ്സിൻ്റെ ഐഡിയ അങ്ങയുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയാലോ. I was 17 years old at that time. ഇർഫാൻ പറയാണ്, അത് പറയുകയാണെങ്കിൽ ആക്ച്വലി എനിക്കൊരു 17 വയസ്സുണ്ട് ആ സമയത്ത്. ഇങ്ങനെയാണല്ലോ ഇൻ്റർവ്യൂവിൽ സംസാരിക്കുക. അതുപോലെ അദ്ദേഹം പറയണം, I was 17 years old at that time. I was traveling in a rickshaw and in the middle of the journey I was very thirsty. ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബീഹാറിൽ തന്നെ ഒരു റിക്ഷയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ബീഹാറിലാണെന്നാണ് എൻ്റെ ഒരു ഊഹം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ചൂടാണ്, പുറത്തിങ്ങനെ ഭയങ്കര എന്താ പറയുക, വെയിലോ ചൂടോ ഒക്കെ എടുത്തിട്ട് ഇദ്ദേഹത്തിന് പരവേശം എടുക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിന് ഭയങ്കര ദാഹം തോന്നി തുടങ്ങി. ഐ വാസ് വെരി തേഴ്സ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ഭയങ്കരമായിട്ട് ദാഹം തോന്നി. ഐ ആസ്ക്ഡ് ദ റിക്ഷാ പുള്ളർ ഇഫ് ഹി ഹാഡ് എനി വാട്ടർ. ഞാൻ സ്വാഭാവികമായിട്ടും നമ്മൾ ദാഹിക്കുമ്പോൾ നമ്മൾ ചോദിക്കുമല്ലോ. അതേപോലെ ആ റിക്ഷ വലിക്കുന്ന അദ്ദേഹത്തിനോട്, റിക്ഷ പുള്ളറിനോട് അദ്ദേഹം ചോദിച്ചു, വെള്ളമുണ്ടോ, കുടിക്കാൻ വെള്ളമുണ്ടോ എന്ന് ചോദിച്ചു. സാധാരണ ഇങ്ങനെ വെള്ളമൊക്കെ എടുത്ത് വെക്കാറുണ്ടല്ലോ. അപ്പം അങ്ങനെ ചോദിച്ചു. He said, rickshaw puller പറഞ്ഞു, he said that he did not carry water bottles because he did not have money to buy and stack them. സ്റ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫില്ല് ചെയ്യുക അല്ലേ? സ്റ്റാക്ക് ചെയ്യുക, ഫില്ല് ചെയ്യുക, സ്റ്റോക്ക് ചെയ്യുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിറച്ചു വെക്കുക. അദ്ദേഹത്തിൻ്റെ റിപ്ലൈ എന്തായിരുന്നു? വെള്ളമുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് he said that he did not carry water bottles because he did not have money to buy water bottles. വാട്ടർ ബോട്ടിൽസ് വാങ്ങി സൂക്ഷിക്കാനും ഉള്ള പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇറ്റ് സെറ്റ് മീ തിങ്കിങ്. ഐ ഇമ്മീഡിയറ്റ്ലി റിയലൈസ് ദാറ്റ് ദർ വാസ് എ മാർക്കറ്റ് ഫോർ സെല്ലിംഗ് വാട്ടർ ബോട്ടിൽസ് ഇൻ റിക്ഷാസ്. ഇറ്റ് സെറ്റ് മീ തിങ്കിങ്. എന്നെ അത് ചിന്തിപ്പിച്ചു. ഞാൻ ഐ ഇമ്മീഡിയറ്റ്ലി റിയലൈസ്, ഞാൻ പെട്ടെന്ന് തന്നെ എനിക്കത് എനിക്ക് തോന്നിയ ഒരു കാര്യം, എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ റിക്ഷകളിൽ അതിനുള്ളൊരു ബിസിനസ് സാധ്യതയുണ്ട് അല്ലേ? അതിനുള്ളൊരു മാർക്കറ്റ് ഉണ്ട്. ഈ പറയുന്ന പോലെ വാട്ടർ ബോട്ടിലുകൾ വിൽക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ്. The very next day I talked to 5 rickshaw pullers and gave them each 8 bottles of water. 17 വയസ്സുള്ള ചെറുക്കനാണ്. അപ്പോൾ അത്ര ചെറിയ പ്രായത്തിലാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത്, ചെയ്തു തുടങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. 17 വയസ്സെന്ന് പറയുമ്പം അത് നിങ്ങളുടെയൊക്കെ പ്രായം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ദാറ്റ്സ് വാട്ട് ദ മീനിങ്. ഫൈൻ. ദ വെരി നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം എന്താ സംഭവിച്ചതെന്ന് കണ്ടോ? I talked to 5 rickshaw pullers and gave them each 8 bottles of water. 8 വാട്ടർ ബോട്ടിൽസ് വെച്ചിട്ട് 5 റിക്ഷക്കാർക്ക് അവരെ കണ്ട് സംസാരിച്ച് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം എന്ന് പറഞ്ഞു. എന്നിട്ട് 8 ബോട്ടിൽസ് വീതം 5 പേർക്ക് കൊടുത്തു, 5 റിക്ഷക്കാർക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഐ ടോൾഡ് ദം ദാറ്റ് ഫോർ 20 bottles they sold, I told them that for every bottle they sold, we would make a profit of 2 rupees, which we could split in half. വിൽക്കുന്ന ഓരോ ബോട്ടിലുകൾക്കും 2 രൂപ വീതം ലാഭം കിട്ടും. അത് നേർ പകുതിയാക്കും. 1 രൂപ നമ്മുടെ ഈ റിക്ഷ പിള്ളേർക്ക് കിട്ടും, അതുപോലെ തന്നെ 1 രൂപ ഇർഫാന് കിട്ടും. ആ രീതിയിൽ ആ പ്രോഫിറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ തീരുമാനിക്കുന്നു. ദ വെരി ഫസ്റ്റ് ഡേ ഐ മേഡ് എ പ്രോഫിറ്റ് ഓഫ് 8 rupees. പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലടാ, ആദ്യത്തെ ദിവസം. ഇങ്ങനെയാണ് എല്ലാം തുടങ്ങുന്നത്. ഓരോ കാര്യങ്ങളും ഇങ്ങനെയാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ അതൊരു ചെറിയ കാര്യമായിട്ട് കാണരുത്. ആദ്യത്തെ ദിവസം ഐ മേഡ് എ പ്രോഫിറ്റ് ഓഫ് 8 rupees എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 8 രൂപയുടെ ലാഭമാണ് ആദ്യത്തെ ദിവസം. അപ്പം 8 ബോട്ടിൽ വിറ്റ് കഴിയുമ്പോൾ 16 രൂപ കിട്ടിയിട്ടുണ്ടാവും. 8 രൂപ ഇയാൾക്ക് കിട്ടി, ഇർഫാൻ ആലമിന് കിട്ടി, 8 രൂപ നമ്മുടെ റിക്ഷ പുള്ളേഴ്സിന് കിട്ടി. അപ്പോൾ അതൊരു വലിയ ബിഗിനിങ് ആണല്ലേ? അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ഇർഫാൻ ആലം പറഞ്ഞു. Okay, you were very young when you came up with and executed this idea. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇത് തുടങ്ങിയ സമയത്ത് യു ആർ വെരി യങ് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുമെന്ന് പറയാണ്. യെസ്, ഓഫ് കോഴ്സ്, അതെ, തീർച്ചയായിട്ടും ഞാൻ വളരെ കുഞ്ഞായിരുന്നു. ഐ ഗസ് ഓൺടർപ്രണർഷിപ്പ് ഇസ് ഇൻ മൈ ബ്ലഡ്. എനിക്ക് തോന്നുന്നത് എന്താണ്? ഓൺടർപ്രണർഷിപ്പ്, സംരംഭകത്വം എൻ്റെ രക്തത്തിലുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ഇർഫാൻ ആലം പറയാണ്. അതെനിക്ക് എൻ്റെ ബ്ലഡിലുണ്ട്, എനിക്ക് ജനറ്റിക്കലി കിട്ടിയിട്ടുള്ളൊരു സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഐ ഹാഡ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ബിസിനസ് ഫ്രം എ വെരി ഏർലി ഏജ്. ചെറിയ പ്രായം തൊട്ട് തന്നെ
ബിസിനസ് ചെയ്യാന്നൊക്കെ പറയുന്നത് എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന് പറയാണ്. Yeah. During the stock market scam in 1992, my father and many of his friends lost a lot of money. 1992 ഒരു സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം ഉണ്ടായിരുന്നു, ഒരു വലിയ ഫ്രോഡ് നടന്നിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് അറിയാലോ, ഈ ഷെയർസ് ഒക്കെ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന, നിങ്ങൾ കോമേഴ്സ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ ഒരു സ്കാമിൽ ഇദ്ദേഹത്തിൻ്റെ, നമ്മുടെ ഇർഫാൻ ആലമിൻ്റെ അച്ഛനായിക്കോട്ടെ, അച്ഛൻ്റെ ഫ്രണ്ട്സിനായിക്കോട്ടെ കുറേ പൈസ നഷ്ടം വന്നു. മൈ ഫാദർ ആൻഡ് മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് ലോസ്റ്റ് എ ലോട്ട് ഓഫ് മണി. കുറേ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സ്കാമിൽ. That is when I started taking interest in the stock market and began researching on various companies. അപ്പോഴാണ്, അങ്ങനെ ഒരു സംഭവം നടന്നപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുകയും അതുപോലെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ പല ഐഡിയകൾ, എവിടെയൊക്കെയാണ് നഷ്ടം വരാൻ സാധ്യതകൾ, എങ്ങനെയൊക്കെ ലാഭം വരാൻ. സാധാരണ രീതിയിൽ ഒരു വലിയൊരു നഷ്ടം ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് അതൊരു ട്രോമയായി മാറും. അതിലേക്ക് പിന്നീട് നമ്മൾ പോവാതെ വരും. അത് നമ്മളെപ്പോഴും പേടിക്കുന്ന ഒരു സംഭവമായിട്ട് വരും അല്ലേ. പക്ഷേ ഇവിടെ അദ്ദേഹം പോസിറ്റീവ്ലി ആണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സുഹൃത്തുക്കൾക്കും ഇങ്ങനൊരു വലിയ തിരിച്ചടി അതിൽ നിന്ന് വന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് അതെങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നുള്ളൊരു ചിന്തയാണ് ഇർഫാൻ ആലമിൻ്റെ മൈൻഡിൽ വന്നിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. പല കമ്പനികളിലും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നോക്കാൻ തുടങ്ങി. Interestingly, using my advice, all of my father's friends recovered their losses and most of them started making profits. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം പറയാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ പഠിച്ചു തുടങ്ങിയതിന് ശേഷം എൻ്റെ അച്ഛനായാലും അച്ഛൻ്റെ സുഹൃത്തുക്കൾക്കായാലും നഷ്ടപ്പെട്ട പൈസ റിക്കവർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെ ഒരു സംഭവം കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു എന്നാണ് ആര് പറയുന്നത്, ഇർഫാൻ ആലം പറയുന്നത്. അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയെന്ന് മാത്രമല്ല, പ്രോഫിറ്റ് മേൺ ചെയ്യാൻ തുടങ്ങി. കാരണം ഇതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണ് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കേണ്ടത്, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു രീതി എന്താണെന്നൊക്കെ ആർക്ക് മനസ്സിലായി, ഇർഫാൻ ആലമിന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ പാരൻസിനും അച്ഛനും അതുപോലെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. സോ അങ്ങനെ അവർ അതിൽ നിന്ന് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. ദിസ് enabled me to start my first portfolio management firm at the age of 13. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഫേം തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ സ്റ്റോക്ക് എപ്പോൾ വാങ്ങണം, വിൽക്കണം, അതിനെക്കുറിച്ചിട്ടൊക്കെ ഡീലിംഗ് നടത്തുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അത് ഞാൻ 13-ാമത്തെ വയസ്സിൽ, അത്ര ചെറിയ ഏജിൽ സ്റ്റാർട്ട് ചെയ്യാണ്. വെൻ മൈ പാരൻസ് ഫൗണ്ട് ഔട്ട് ദാറ്റ് ഐ വാസ് ഡാബ്ലിംഗ് ഇൻ ദ റിക്ഷ സെക്ടർ ആസ് വെൽ, they pulled me aside and asked me to stop doing it and concentrate on my studies. അങ്ങനെ ഞാൻ അതിലും കൂടെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ വരികയായിരുന്നു. ആ സമയത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി ഞാൻ ചെറുതായിട്ട് പഠനത്തിൽ നിന്ന് ഉഴപ്പുന്നുണ്ടെന്ന്. ഇത് ഞാനല്ല പറയണത്, ആരാ പറയണത്, നമ്മുടെ ഇർഫാൻ ആലം പറയണം. അദ്ദേഹം പറയാണ്, പഠനത്തിൽ നിന്ന് ഞാൻ ചെറുതായിട്ട് ഡാബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഡാബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഉഴപ്പുക അല്ലെങ്കിൽ സീരിയസ്ലി കാണുക എന്നൊക്കെ ഉള്ളതാണ് അല്ലേ. എന്ന് മനസ്സിലായപ്പോൾ ഞാൻ മറ്റുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചിട്ടേ. ഓക്കെ, ഇത് ഒരു മോതിരം, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും. ഇത് എന്താ സംഭവം എന്താണെന്ന് അറിയാടാ. ഞാൻ ആറ്റ് നോറ്റ് മോഹിച്ച് എനിക്കിതൊരാൾ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാനത് ആഗ്രഹിച്ച് ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അയാൾ അറിഞ്ഞ് എനിക്കിത് ഗിഫ്റ്റ് തന്നു. എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ട് ഇത് കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാധനമാണ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ലൈവിലൊക്കെ ഇനി വന്ന് കത്താം, ലൈവിലൊക്കെ ഇതൊക്കെ ഇട്ട് കാണിച്ച് ഇങ്ങനെ ആളാവാം, ഷോ കാണിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാനിത് മേടിച്ച് ലൈവിൽ കയറി, റെക്കോർഡിങ്ങിനൊക്കെ കയറിയ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഷേടാ ഇതെന്താടാ ഇങ്ങനെ, അതായത് വേറൊന്നുമല്ല, ഇതിൻ്റെ കളർ ഗ്രീൻ സ്റ്റോൺ ആടാ. ഇത് ഗ്രീൻ സ്റ്റോണ്, ഇത് ബാക്കിൽ ഗ്രീൻ സ്ക്രീൻ അല്ല, അതുകൊണ്ട് ഗ്രീൻ കാണത്തില്ല. ഇപ്പം ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ഇങ്ങനെയാ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടെ എല്ലാ ലെറ്റേഴ്സും വായിക്കാം. കാണുന്നുണ്ടോ, കണ്ടോ, ഇവിടെ ബി ഉണ്ടെന്ന് മനസ്സിലാവും, അതിൻ്റെ അപ്പുറത്ത് യു ഉണ്ടെന്ന് മനസ്സിലാവും. വിച്ച് മീൻസ് ഇതൊരിക്കലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ എന്നെ നൈസായിട്ടൊന്ന് ചാമ്പി, വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ് ചാമ്പിയത്. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, കയ്യിൽ നിന്ന് പോയി, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറാൻ ഉദ്ദേശിക്കുന്നില്ല. പഠനത്തിൽ നിന്ന് തെന്നിമാറുന്നുണ്ട് ഇർഫാൻ ആലം എന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ പാരൻസ്, അദ്ദേഹം പറഞ്ഞു, നീ ബാക്കിയുള്ള പരിപാടികളൊക്കെ നൈസായിട്ട് സൈഡാക്കിക്കോ, പഠനം കഴിഞ്ഞിട്ട് മതി ബാക്കിയെല്ലാം, കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്റ്റഡീസ് എന്നുള്ള രീതിയിൽ പറയുന്നു. പിന്നീട് എന്താ സംഭവിച്ചെന്ന് നോക്കാം. സോ ഐ ഷെൽവ്ഡ് ഇറ്റ് ബട്ട് മൈ ഇൻട്രസ്റ്റ് നെവർ വെയിൻഡ്. തൽക്കാലത്തേക്ക് ഞാനൊന്ന് നിർത്തിവെച്ചു. ബട്ട് മൈ ഇൻട്രസ്റ്റ് നെവർ വെയിൻഡ്. എൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഞാൻ ആ തൽക്കാലത്തേക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളത് ശരിയാണ്, ഒരിക്കലും എന്നേക്കുമായിട്ട് നിർത്തിയിട്ടില്ല. ഐ കെപ്റ്റ് റീഡിങ് ആൻഡ് റിസർച്ചിങ് ഓൺ ദിസ് സെക്ടർ ഓൾ ത്രൂ മൈ കോളേജ് ഡേയ്സ് ഇൻ പോണ്ടിച്ചേരി വെർ ഐ പെർസ്യൂഡ് മൈ മാസ്റ്റേഴ്സ് ഇൻ ഫോറിൻ ട്രേഡ് ഡിഗ്രി. അദ്ദേഹത്തിൻ്റെ മാസ്റ്റേഴ്സ് ഏതിലായിരുന്നു? ഫോറിൻ ട്രേഡ് ഡിഗ്രിയിലായിരുന്നു. അപ്പോൾ അത് പഠിക്കുന്ന പോണ്ടിച്ചേരിയിലാണ് പഠിച്ചത്. അപ്പോൾ അതൊക്കെ പഠിക്കുന്ന സമയത്തും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ മൊത്തം ഈ പറഞ്ഞ പോലെ ഇതെങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം, കൂടുതൽ പഠിക്കാം, പഠനവും റിസർച്ചും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടം പോയിട്ടുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം നോക്കാലോ. എന്താണ് അടുത്ത ചോദ്യം എന്ന് നോക്കിക്കോളൂ. വാട്ട് വാസ് ദ സ്പാർക്ക് ദാറ്റ് റിവൈവ്ഡ് ദിസ് ഐഡിയ? എന്താണ് നിങ്ങൾ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞത്, ഒരു സമയത്ത് പഠിത്തത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാരൻസ് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഐഡിയയിൽ ലൈക്ക് ആ ഒരു പഠനത്തിൽ നിന്ന് പിന്നീട് എന്താ പറയുക, തിരിച്ചിതിലേക്ക് പഠനത്തിനൊക്കെ ശേഷം ബിസിനസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് വരണം, കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് എപ്പോഴാണ് പിന്നീട് തോന്നിയത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അദ്ദേഹം ഒരു ഇൻസിഡന്റ് പറയാണ്. ഇൻ 2006 2006 an Indian TV show called Business Bazigar launched an entrepreneur hunt and solicited ideas for new businesses. 2006 ഒരു ഇന്ത്യൻ ടി വി ഷോ സംഭവിക്കുകയാണ്. ബിസിനസ് ബാസിഗർ എന്നാണ് അതിൻ്റെ പേര്. ആ ടി വി ഷോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തായിരുന്നു? നല്ല വലിയ രീതിയിലുള്ള പുതിയ ബിസിനസ്സുകളെയും അതുപോലെ തന്നെ ഓൺടർപ്രണേഴ്സിനെ കണ്ടുപിടിക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു അതിൻ്റെ ഉദ്ദേശം. ഐ എൻറ്റേർഡ് ദിസ് കോൺടെസ്റ്റ് വിത്ത് എ ബിസിനസ് പ്രപ്പോസൽ. ഞാനൊരു പുതിയ ബിസിനസ് പ്രപ്പോസലായിട്ട് അങ്ങോട്ട് കയറി, ഈ പറയുന്ന ടി വി ഷോയിലേക്ക് എൻട്രി ചെയ്യാൻ ശ്രമിക്കുകയാണ്. എനിക്ക് എൻട്രി കിട്ടുന്നു. എൻട്രി കിട്ടിയ ശേഷം എന്താ സംഭവിച്ചത്? മൈ ഐഡിയ വാസ് to organize the rickshaw sector and make it a profitable venture. എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന പോലെ തന്നെ ഈ റിക്ഷ സെക്ടറിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം എന്ന് അദ്ദേഹം പറയാണ്. My idea was to organize the rickshaw sector and make it a profitable venture. ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ലാഭകരമായിട്ടുള്ളൊരു ഉദ്യമം. വെഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദ്യമം അല്ലേ. ഉദ്യമമാക്കി മാറ്റണം. റിക്ഷ വലിക്കുന്ന ആൾക്കാർക്ക് അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ലിവിങ് സംഭവിക്കണം. അങ്ങനെ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടാണ് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. According to my proposal, rickshaws were to be redesigned so that the spaces on the vehicles, കാണുന്നുണ്ടല്ലോ, vehicles could be sold for the purpose of advertising and brand promotion. ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് പ്രകാരം, ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രപ്പോസൽ പ്രകാരം, അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലുള്ള ഒരു ഐഡിയ പ്രകാരമുള്ള പ്രപ്പോസൽ എന്ന് പറയുന്നത്, റിക്ഷകൾ, ഓട്ടോറിക്ഷ അല്ല, ഈ റിക്ഷകൾ എന്ത് ചെയ്യണം? റീഡിസൈൻ ചെയ്യപ്പെടണം. റീഡിസൈൻ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പിലല്ല, മറ്റ് പല ഷേപ്പിലും കൂടെയാണ് കേട്ടോ, പല രീതിയിൽ അതൊന്ന് റീഡിസൈൻ ചെയ്യണം. അതായത് അതിൽ എന്ത് വരണം? ആ വണ്ടിക്കകത്ത്, വെഹിക്കിളിൻ്റെ അകത്ത് സ്പേസുകൾ പല സ്ഥലങ്ങളുണ്ട് ഇഷ്ടം പോലെ. ആ സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റണം. ഇതിപ്പോൾ വേസ്റ്റ് ആയിട്ട് കുറേ സ്ഥലം കിടപ്പുണ്ട്, അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ചിട്ട് റീഡിസൈൻ ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് അഡ്വർടൈസിങ്, ഏതെങ്കിലുമൊക്കെ കമ്പനീസിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് സഞ്ചരിക്കുന്ന സ്ഥലമാണ്, അപ്പോൾ ആൾക്കാരെ കൂടുതലായിട്ട് കാണുകയാണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ അഡ്വർടൈസ്മെൻറ്റിന് ഇത് ഈസിയാണ്. പിന്നെ ബ്രാൻഡ് പ്രൊമോഷൻസ് ചെയ്യാൻ പറ്റും. അത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓൾസോ ഐ ഇൻഡിക്കേറ്റഡ് ദാറ്റ് അഡീഷണൽ വെഞ്ചേഴ്സ് കുഡ് ബി മെയ്ഡ് ബൈ സെല്ലിംഗ് പ്രോഡക്ട്സ് ലൈക്ക് വാട്ടർ, ജ്യൂസ്, ബിസ്ക്കറ്റ്സ്, മൊബൈൽ കാർഡ്സ്, ന്യൂസ് പേപ്പേഴ്സ് ടു ദ പാസഞ്ചേഴ്സ്. അത് മാത്രമല്ല, സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ അതിലുള്ള ട്രാവലേഴ്സിനായിക്കോട്ടെ പുറത്തുള്ള ആൾക്കാർക്കായിക്കോട്ടെ, മെയിൻലി ട്രാവലേഴ്സിന് പല കാര്യങ്ങൾ വിൽക്കാൻ പറ്റും. സ്പെഷ്യലി ഇവൻ എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? വെള്ളം ദാഹിച്ചപ്പോഴാണ്, വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചു, അപ്പോഴാണ് ഇവൻ്റെ മനസ്സിൽ ഈ ഐഡിയ വന്നത്. അതുപോലെ ചിലപ്പോൾ ന്യൂസ് പേപ്പർ സെല് ചെയ്യാൻ പറ്റും. വെള്ളം, വാട്ടർ, ജ്യൂസ്, ബിസ്ക്കറ്റ്സ്, സ്നാക്സ് ഒക്കെ ഉണ്ടാവില്ല, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരത് ചിലപ്പോൾ വാങ്ങും. മൊബൈൽ കാർഡ്സ്, ഈ എന്താണ് പ്രീപെയ്ഡ് കാർഡ്സ് ഒക്കെ ഉണ്ടാവില്ല, അത് വാങ്ങാൻ പറ്റും. അങ്ങനെ പല സംഭവങ്ങളുണ്ട്. ന്യൂസ് പേപ്പേഴ്സ് ഒക്കെയും പാസഞ്ചേഴ്സിന് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അദ്ദേഹം മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഐ won the show and was offered the seed money of ₹150 lakhs. 150 lakhs, 1.5 കോടി, വലിയ ഒരു എമൗണ്ട് ആണ് അല്ലേ. ആ ഒരു എമൗണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യാണ്? വിൻ ചെയ്യാണ് ആ ഷോന്റെ ഭാഗമായിട്ട്. ഇതൊക്കെയാണ് സംഭവം. സീഡ് മണി എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു ബിസിനസ് തുടങ്ങുന്നതിന് ഉള്ള മൂലധനം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അത്ര വലിയൊരു പൈസ ഓഫർ ചെയ്യപ്പെടുകയാണ്. അത് അദ്ദേഹം വാങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമ്മൾ അടുത്ത ഒരു പാർട്ടിലായിരിക്കും കാണുക. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ നമ്മുടെ ഒരു ഡിസ്കഷൻ, ഒരു ലൈവ് നമ്മൾ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ അടുത്ത ലൈവിൽ വരുന്നതായിരിക്കും.
അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുകയാണ്, എല്ലാവരും അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ തന്നെ പോട്ടെ. പിന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ താഴെയുണ്ട്. നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് +2 കോമേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഗോദ ബാച്ചിലേക്ക് വരാൻ താല്പര്യമുള്ള എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുക. പിന്നെ അപ്പോൾ വേറെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ കിട്ടും. സോ അത് പ്രശ്നമില്ല. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഉഷാറാണല്ലോ, അടിപൊളിയാണല്ലോ. അപ്പം നമുക്ക് അടുത്ത ലൈവിൽ വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഞാൻ ടാറ്റ ബൈ ബൈ പറയട്ടെ. ഓക്കെ, അപ്പോൾ see you everyone. This is me Harry signing off. This is Triple I Commerce Academy. അടുത്ത ഒരു ലൈവുമായിട്ട്, അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും ഞാൻ തിരുമ്പി വരുവേ. അതുവരേക്കും ടാറ്റ ബൈ ബൈ, ഗുഡ് നൈറ്റ്, see you all and love you.